ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് മറ്റെങ്ങുമല്ല, വാസ്കോയിലായിട്ടാണ് പോകുന്നത്. വാസ്കോയിൽ ഇപ്പോൾ എന്താ നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോകാൻ അതിനുള്ളൊരു തെളിവാണ് നിങ്ങൾ ഈ മുന്നിൽ കാണുന്ന ആ ഒരു ആൾത്തിരക്കും ആ ഒരു സൗന്ദര്യവും നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും ഇതിപ്പോൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതാണ് വാസ്കോയിലെ ദാമോദർ മന്ദിർ എന്ന ഒരു അമ്പലമാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങിയതാണ്. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഈ ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് വാസ്കോയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. എങ്കിലും നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ 2 ദിവസം കൂടെ ഉണ്ട് ഈ കടകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ഒരുപാട് കടകൾ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ലേഡീസ് ജെൻസും ഇഷ്ടംപോലെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇതൊക്കെ കാണിക്കാനാണ് പോകുന്നത്. വൈകുന്നേരം പോകുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കാരണം നല്ല ചൂടാണ്. അപ്പം ജ്യൂസും കാര്യങ്ങളും ഇതുപോലുള്ള ഓരോ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തിരക്കാണ്. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തിരക്കാണ്. അപ്പം 4 സൈഡിലോട്ട് കടയാണ്. അതാണ് ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ. കാരണം സാധനം മേടിക്കാൻ ഇഷ്ടംപോലെ കടകൾ, നമുക്ക് എണ്ണി പറയാൻ പറ്റത്തില്ല അതുപോലെ ഐറ്റങ്ങൾ, ഒരുപാട് ഐറ്റങ്ങൾ. ഗോവയിലെ ഏറ്റവും വലിയൊരു ഉത്സവം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത്രയ്ക്ക് കടകളാണ്. കടകളും ഒരുപാട് ഐറ്റങ്ങൾ, പല വെറൈറ്റി ഐറ്റങ്ങളും ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ കറങ്ങിയില്ല. നമ്മൾ അത് വെയിലായതുകൊണ്ട് നമ്മൾ ഒത്തിരി കയറിയില്ല. ഇത് ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയാണ് ഞാൻ ഈ ജസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഇനിയും പോകാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം പോവുക. പോയി 2 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ തീരും. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉത്സവങ്ങളുടെ സമയങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പം ഓരോ സൈഡിലായിട്ടാണ് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഇനിയും വരും. ഈ ഒരു 2-3 മാസമായിട്ട് ഇനിയിപ്പം ഡിസംബർ വരെ ആണെന്നെങ്കിലും അതുപോലുള്ള ഓരോ ഫംഗ്ഷനുകൾ വന്നുകൊണ്ടേയിരിക്കും ഗോവയിൽ. അപ്പം ഇത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയാണ്. ബാക്കി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ദാമോദർ മന്ദിർ എന്ന് പറഞ്ഞ അമ്പലം. അപ്പോൾ ഇത് കണ്ടിട്ട് ഭയങ്കര ക്യൂ ആണ്. നമുക്ക് അതോടെ കയറാന്ന് വെച്ചാൽ അതുപോലെ ആൾക്കാർ ലൈനിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വഴിയിൽ എത്ര ലൈൻ വരച്ചിട്ടുണ്ട്, അതിന് എത്ര ഇതെല്ലാം ആളാണ്. ഇനിയും ആൾക്കാർ കൂടും. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര തള്ളായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി മാത്രം വന്നതാണ്.